മലയാള സിനിമയിൽ പലപ്പോഴായി ഗ്രൂപ്പിസം നടന്നിട്ടുണ്ട്. അതിനുള്ള ഉദാഹരണമായിരുന്നു പൃഥ്വിരാജ്. അദ്ദേഹത്തിനെ തുടക്കകാലത്ത് പല രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട്. അന്ന് ആ പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കാൻ മുന്നോട്ട് വന്നത് മമ്മൂട്ടിയായിരുന്നു. അതിന് കാരണം പൃഥ്വിയുടെ അച്ഛൻ സുകുമാരനാണ്. നടൻ സുകുമാരനുമായി മമ്മൂട്ടിക്ക് അടുത്ത ബന്ധമുണ്ട്. ഇരുവരും ഒരുമിച്ച് നിരവധി സിനിമകളും ചെയ്തിട്ടുണ്ട്. പൃഥ്വിയെ ഇനി സിനിമയിൽ അഭിനയിപ്പിക്കില്ല എന്ന ഘട്ടം എത്തിയിരുന്നു. അന്ന് പൃഥ്വിരാജ് വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് ചെയ്തത്. എന്നിട്ടും മലയാള സിനിമയിലെ ചില പ്രത്യേക ആളുകൾ അദ്ദേഹത്തെ ബാൻ ചെയ്തു. അന്നൊപ്പം നിന്നവരിൽ ഒരാളായിരുന്നു മമ്മൂട്ടി എന്നാണ് കൗമുദി മൂവീസിലൂടെ മല്ലിക സുകുമാരൻ പറയുന്നത്. മമ്മൂട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇന്നും മറക്കാൻ സാധിക്കാത്ത ഒരു സംഭവം എന്റെ മനസ്സിലുണ്ട്. അതായത് പൃഥ്വിരാജിന് തുടക്കകാലത്ത് സംഘടനയിൽ നിന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. രാജു അഭിനയിക്കുന്നതിനെതിരെ മുദ്രാവാക്യം വിളിയും സത്യത്തിൽ ആ സമയത്ത് രാജുവിനോട് എല്ലാവർക്കും എന്തിനാണ് ഇത്രയും ദേഷ്യം ഉണ്ടായിരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയം രാജു 2-3 സിനിമകൾ മാത്രം ചെയ്തിരിക്കുകയാണ്. എല്ലാവരും പറയുന്നത് രാജു ഇനി സിനിമകൾ ചെയ്യരുതെന്നായിരുന്നു. അന്ന് എല്ലാ താരങ്ങളും ചുറ്റിനും ഇരിക്കുമ്പോൾ മമ്മൂട്ടി മാത്രം എൻ്റെ അടുത്തേക്ക് വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കണേ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങളെല്ലാം നീട്ടിക്കൊണ്ടു പോകണം എന്നും അതുവഴി പൃഥ്വിരാജ് കുറച്ചു കാലം അവസരങ്ങളില്ലാതെ നടക്കണമെന്നും ഒരു കൂട്ടം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു. അന്ന് സംസാരിച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞത് ഒരു സോറി പറഞ്ഞ് പ്രശ്നം തീർക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ എല്ലാവരും ആവശ്യപ്പെട്ടത് മാപ്പെന്ന് തന്നെ പറയണമെന്നാണ്. മമ്മൂട്ടി വളരെ സ്നേഹത്തോടെയാണ് അന്ന് സംസാരിച്ചത്. അങ്ങനെ സംസാരിക്കാൻ കാരണം സുകുമാരന്റെ മകനായതുകൊണ്ടാണ് പൃഥ്വിരാജ്. അത്രയും സ്നേഹത്തോടെ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി മമ്മൂട്ടി ചോദിച്ചത് എന്നും മല്ലിക പറയുന്നുണ്ട്. പൃഥ്വിയുടെ കരിയർ തന്നെ നശിപ്പിക്കാൻ എല്ലാവരും ശ്രമിച്ചപ്പോൾ ആ പദ്ധതി തകർത്തത് മമ്മൂട്ടിയാണ്. നാരായണനും മമ്മൂട്ടിയും തമ്മിൽ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഒരിക്കൽ ഞങ്ങൾ ഒരു സിനിമ എടുത്തു. അന്ന് മമ്മൂട്ടിയെ കണ്ട് സംസാരിക്കാനും ഡേറ്റ് പറയാനുമായി എറണാകുളത്ത് സുഖുവേട്ടൻ വന്നിരുന്നു. അന്ന് മമ്മൂട്ടി പറഞ്ഞത് സുഖുവേട്ടൻ ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് വരാമെന്നായിരുന്നു. അത്രയും ബഹുമാനം അദ്ദേഹത്തിന് സുകുമാരേട്ടനോടുണ്ടായിരുന്നു. അന്ന് മുതൽ ഇങ്ങോട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാ മര്യാദയും പാലിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി. പിന്നെ ചൂടാകുമ്പോൾ മാത്രം കുറച്ച് പറയും, പക്ഷേ അതെല്ലാം 5 മിനിറ്റ് കൊണ്ട് കഴിയും. അദ്ദേഹത്തിന്റെ മഹത്വം അഭിനയത്തിൽ മാത്രമല്ല, മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലും ആറ്റിറ്റ്യൂഡിലും പരോപകാരത്തിലും എല്ലാം ഉണ്ട്. മമ്മൂട്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയൊന്നും പറ്റില്ല, ചിലപ്പോൾ ഒരു പുസ്തകം എഴുതേണ്ടി വരും, മല്ലിക സുകുമാരൻ പറയുന്നു. അപ്പോ പൃഥ്വിരാജിനെ വിലക്കുന്ന സമയം അന്ന് ദിലീപ് വലിയ സ്റ്റാറൊന്നുമല്ല. 2004 പൃഥ്വിരാജിനെ വിലക്കുന്നത്. ആരാണ് വിലക്കുന്നത്? പൃഥ്വിരാജിനെ വെച്ച് അഭിനയിപ്പിച്ച പൃഥ്വിരാജിന്റെ കൂടെ അമ്മ സംഘടനയിലുള്ള ആരും അഭിനയിക്കില്ല എന്നാണ് പറഞ്ഞത്. അതാരാണ് അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തത്? അതിന്റെ സുപ്രധാന വേദനയിലുള്ള ആൾക്കാർ തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇന്നസെന്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ പൃഥ്വിരാജ് വളർന്നു. ഇന്ന് പൃഥ്വിരാജിനെ ഒതുക്കാൻ പറ്റത്തില്ല. എല്ലാ ഭാഷയിലും ഉണ്ട്. സ്വന്തമായിട്ട് സിനിമ നിർമ്മിക്കാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യങ്ങളും പൃഥ്വിരാജ് ഒരുപാട് വളർന്നു. അങ്ങനെയൊക്കെ ആവുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഇനിയൊരു ചോദ്യം ചോദിക്കാം. വളരെ നിസ്സാരമായ ഒരു സിനിമയിലുള്ള ചോദ്യമാണ്. സുകുമാരന്റെ കഴുത്ത് മുറിച്ച് സുകുമാരനെ കൊല്ലുന്നൊരു സിനിമയുണ്ട്. കൊല്ലുന്നത് ബാബു ആന്റണിയാണ്. ഈ സിനിമയിൽ നായകൻ മമ്മൂട്ടിയാണ്. ഏതാണ് ആ സിനിമ എന്ന് പറയാമോ? സുകുമാരന്റെ കഴുത്ത് മുറിച്ച് സുകുമാരനെ കൊല്ലുന്നത് ബാബു ആന്റണിയാണ്. ഈ സിനിമയിൽ നായകൻ മമ്മൂട്ടിയാണ്. ഏതാണ് ആ സിനിമ എന്ന് പറയാമോ?